ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മനോഹരമായ കഥകൾ മുമ്പ് നമുക്ക് സമ്മാനിച്ച ഷംസീന ഫിറോസ് എഴുതുന്ന വസു ചന്ദനം എന്ന പുതിയ കഥ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു. കഥയിലേക്ക്. വസു ചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇയാൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലായിരുന്നുണ്ടോ? എത്ര വട്ടം പറഞ്ഞു ഞാൻ ചഞ്ചലയിലെ ചന്ദനയാണെന്ന്. രാവിലെ തുടങ്ങിയാളോ താൻ? ഇതിപ്പോ മൂന്നാമത്തെ തവണയാ. ചഞ്ചല അപ്പുറത്തേക്കാണ് കാണും. ഇനി ഒന്നുകൂടെ ആളുമാർ തന്നെ പിടിച്ചെത്തുകയും പ്രേമാണ് മണ്ണാങ്കട്ടെ എന്നൊക്കെ പറയുകയും ചെയ്താലുണ്ടല്ലോ. ഇങ്ങനെ ആയിരിക്കണം എന്റെ പ്രതികരണം. ആദ്യം പോയി പ്രേമിക്കുന്ന പെണ്ണിനെ തിരിച്ചറിയാൻ പഠിക്കടാ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളൂ. അവൾ നീരസത്തോടെ അവനെ മറികടന്നു പോയി. അവൻ ചുറ്റും നോക്കി. കുറച്ചുപേർ അവൻ ഒഴിഞ്ഞു നോക്കുകയും മറ്റു ചിലർ പരിപാടി നടക്കുന്ന എല്ലാ വീട്ടിലും കാണാൻ ഇതുപോലത്തെ ഓരോ വായി നോക്കികളെന്ന് പിറുവിറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതോടെ ആയതും ബാക്കിയുണ്ടായിരുന്ന അല്പം നാണം പോയി കിട്ടിയെന്ന് മനസ്സിലായി. എല്ലാവരെയും നോക്കി ഒരു അവിഞ്ഞ ചിരിച്ചിട്ട് വേഗം അവിടുന്ന് വലിഞ്ഞു. എടാ മാറിയടാ, ഇന്നും മാറി. നാണം കിട്ടും മരിച്ചു ഞാൻ. ഇതിനേക്കാൾ ഭേദന അങ്ങോട്ട് വിളിക്കുന്നതായിരുന്നു ദൈവമേ. ശരൺ ഓടി വന്ന് സണ്ണിയുടെ ചുമലിൽ മുഖമൊളിപ്പിച്ചു. ഓ, വീണ്ടും മാറിയോ? നശിപ്പിച്ചു നീ. ഇനി ഞാനില്ല ഈ പണിക്ക്. വാസു അപ്പോഴേ വിലക്കിയതാ. ബാക്കിയുള്ള നാണം കൂടി നീ കളഞ്ഞു വിളിക്കുന്നു. ആ പറഞ്ഞ എന്നിട്ട് നിന്റെ കെഞ്ചിലണ്ടിട്ടാ ഞാൻ കൂടാന്ന്. നീ ബാക്കിയുള്ളവർ കൂടെ ചീത്തപ്പേരുണ്ടാകും വിചാരം. ഇതൊക്കൊണ്ടാ അവൻ നമ്മുടെ ഒന്നിച്ച് നടക്കാത്തത്. അവനറിയാം നിന്റെ കൂടാണെന്ന നാണം മാത്രമല്ല മാനം വരെ പോവെന്ന്. നീ പറയുന്നേട്ടാ തോന്നുന്നില്ല ഞാൻ മനഃപൂർവ്വമാണെന്ന്. എടാ, അവളുമാരെ കാണാൻ ഒരുപോലെ ആയതിന് ഞാനെന്ത് ചെയ്യാനാ? ഞാനാണ് രണ്ടിനെയും പെറ്റിട്ട്. ശരൺ തന്നെ ചമ്മലൊരുവിധം മറച്ചു പിടിച്ച് സണ്ണി നോക്കി കണ്ണുരുട്ടി. ആഹാ, അതായിരുന്നെങ്കിൽ നിനക്കിപ്പോ രണ്ടിന്റെ അമ്മച്ചിയായി നടക്കായിരുന്നു. അല്ലാതെ ഇങ്ങനെ അവളുമാരുടെ പുറകെ വായി നോക്കി കിടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദേ, ഞാനാകെ ഇളകി നിൽക്കുവാണേ. വീണ്ടും ചൊറിയല്ലേ. ഇനിയിപ്പോൾ അവിടെ മുന്നിലേക്ക് പോകാൻ പറ്റില്ല. അവളുടെ ഡ്യൂപ്പ് ഇതിനോടൊപ്പം തന്നെ അവളോട് എല്ലാം പറഞ്ഞു കാണും. വസുവിൻ്റെ അടുത്ത് പോയിരിക്കാം. അവനാകുമ്പോൾ ജെൻസിന്റെ ഭാഗത്ത് നിന്ന് അനങ്ങില്ലല്ലോ. അതുകൊണ്ട് ഒരുത്തിയുടെ മുഖം കാണേണ്ടിയും വരില്ല. ശരൺ നെടിവീർപ്പെട്ടു. അത് കേട്ട് സണ്ണി ചിരിയടക്കി. എന്താ എനിക്കിതൊരു ചിരി? നീ വന്ന് അവൻ്റെ അടുത്തേക്ക് പോ. ഇല്ല അവൻ്റെ കൈകൾ കൂടെ വാങ്ങിക്കേണ്ടി വരും. അവൾ ഇവിടെ ഉണ്ടെന്ന് നിനക്കവളെ കാണുന്നു പറഞ്ഞിട്ടില്ലടാ. നീ എന്നെ വീണ്ടാത്തോട് വലിച്ചുകൊണ്ട് വന്ന്. എന്നിട്ടിപ്പോൾ എനിക്കായി കുറ്റം. സണ്ണി ശരണിനെ നോക്കി പല്ലുകടിച്ചു. ശരണൊന്ന് ഇളിച്ച് കാണിച്ചു. വേഗം സണ്ണിയെയും കൂട്ടി വസുവിനെ നോക്കി പുറത്തേക്ക് നടന്നു. നിനക്കൊന്നും വേറെ പണിയില്ലടാ. ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും അവിടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിപ്പോ ഇന്ന് തന്നെ മൂന്നാമത്തെ തവണയാ നീ ആളുമാരെ മറ്റോട് വായിന്ന് വയറ് നിറച്ച് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. പ്രേമിക്കുന്ന പെണ്ണിനെ പോലും തിരിച്ചറിയാൻ പറ്റാതെ പോത്ത്. ഇനി ഈ പേരിവിടെ നീ മിണ്ടിപ്പോരുത്. മേലാൽ ഈ പണിക്ക് ഇറങ്ങിക്കരുത്. ഫംഗ്ഷൻ കഴിഞ്ഞ് വാ വാ, എനിക്ക് അവിടെ ദേഷ്യം വരുന്നുണ്ട്. കാര്യം കേട്ടതും വസു തുടങ്ങി ശരണിനെ കണ്ടമാനം തെറി പറയാൻ. ശരണാണെങ്കിൽ വേറെ വഴിയില്ലെന്ന കണക്കെ നെറ്റിയും ചൊറിഞ്ഞുകൊണ്ട് അതൊക്കെ രണ്ട് കാതും നീട്ടി സ്വീകരിച്ചു. പറഞ്ഞു കേട്ടില്ലേ, വാ ബോ. ഞാൻ അത്രയ്ക്കും മടുത്തു. നിനക്കറിയാലോ ഇതുപോലുള്ള ഫംഗ്ഷനിൽ നിന്ന് എനിക്ക് താല്പര്യമൊന്നും ഇതിനൊന്നും വേണ്ടി ഞാൻ സമയം കളയാറില്ലെന്നും. നിന്റെ ഒറ്റരാട് നിർബന്ധം കൊണ്ടാ സണ്ണി. ഇറ്റ്സ് ടു. അവൻ ബാക്കി പറഞ്ഞില്ല. പക്ഷെ അവന്റെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇനിയൊരു മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ അവന് താല്പര്യപ്പെടുന്നില്ലെന്ന്. വസു, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? നിനക്കറിയുന്നില്ലടാ ഞാനും ജിത്തും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അവൻ്റെ ഒരു കാര്യം എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോ അവന്റെ പെങ്ങളുടെ വിവാഹനിശ്ചയ. അതുകൊണ്ട് തീരെ ഒഴിവാക്കാൻ കഴിയില്ല. നിന്നെ ഇവനെ അവൻ പ്രത്യേകം ക്ഷണിച്ചല്ലേ. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കാര്യം. അവന് വന്നില്ലായിരുന്നെങ്കിൽ അവന് വിഷമമായാലേ. ഏതായാലും വന്നില്ലേ, ഇനിയിപ്പോൾ പരിപാടി ആയിട്ട് തന്നെ പോവാം. പകുതിന്ന് പോയാൽ ജിത്തുവിനോട് എന്താ പറയാ, ഒരു 2 മണിക്കൂർ കൂടെ ചെറുക്കും കൂട്ടി ഇപ്പോൾ വരൂടാ പ്ലീസ്. സണ്ണി ദയനീയമായി പറഞ്ഞു. ശരി, നീ പറഞ്ഞുകൊണ്ട് മാത്രം സമ്മതിക്കുന്നു. ദേ, ഇവനോട് പറഞ്ഞേര് ഇനിയോട് അനങ്ങാൻ പാടില്ലെന്ന്. എങ്ങാനും ആ പെണ്ണിനെയും തപ്പി നടക്കുന്ന കണ്ടാ അപ്പം ഇറങ്ങും ഞാൻ. വസു ശരണിനെ ഒന്ന് കടുപ്പിച്ച് നോക്കി പോവാനൊരുങ്ങി. പോകുന്നില്ലെന്നോട്ട് നീ ഇത് എങ്ങോട്ട് പോവാ? ഓ, പോകുന്നതല്ലേ സണ്ണി. ഏതായാലും പരിപാടി നേരം നിന്നോളാൻ സമ്മതിച്ചു പോയില്ലേ. ഞാൻ കോൾ ചെയ്തിട്ട് വരാം. ഇവിടെ എന്തൊരു നോയ്സാ. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വസു കുറച്ച് ദൂരേക്ക് മാറിയുന്നു. ആ പറഞ്ഞു കേട്ടല്ലോ അല്ലേ? സണ്ണി ശരണിനെ പിടിച്ച് അവിടെ ഒരു ചെയറിലിരുത്തി തൊട്ടടുത്തായി അവനിരുന്നു. കേട്ടൂടാ സണ്ണി, എന്നാലും ഓരെന്നാലുമില്ല മിണ്ടായിരുന്നോടാ അവിടെ. അതല്ലടാ, അവിടെ സിസ്റ്ററാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചന്ദനയ്ക്ക് എന്തൊരു അഹങ്കാര. ഒന്ന് ആള് മാറിപ്പോയതിനാ അവളെന്നോട് അങ്ങനെയൊക്കെ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഭാഗത്തൊന്നും ചിന്തിക്കായിരുന്നില്ല അവൾക്ക്. എന്തായാലും ഇവളെ പോലെയല്ല ചഞ്ചല. അവള് നല്ല കുട്ടിയാണെന്നാ തോന്നുന്നത്. ഓ, പ്രേമിക്കുന്ന പെണ്ണിനെ പൊക്കി പറയാൻ കിട്ടുന്ന ഒരു അവസരം വിട്ടുകളായിരുന്നു. എടാ, ആദ്യം അവള് നിന്റെ പെണ്ണാവട്ടെ, എന്നിട്ട് മതി പൊക്കിലും താഴ്ത്തിലും. എടാ, അതിനാ പെണ്ണിനെ ഒന്ന് കണ്ടുകിട്ടണ്ടേ. എങ്ങോട്ട് തിരിഞ്ഞാലും ചന്ദന. ഇതിപ്പോ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്ന ലക്ഷണമുണ്ട്. മതിയടാ, ഇവിടെ വന്നപ്പോൾ തൊട്ട് നീ തന്നെയല്ലേ പറയുന്നത്. കേട്ട് ഞാനൊരു ഇതായി. ഇനി മിണ്ടി പോരുത്. വസു പറഞ്ഞ് മറക്കണ്ട. ഇനി വസുവിന്റെ ബാക്കി സണ്ണി തുടങ്ങിയെന്ന് കരുതി ശരൺ പിന്നെയൊന്നും മിണ്ടിയില്ല. പക്ഷെ അവന്റെ കണ്ണുകൾ അവിടമാകെ തന്റെ പ്രണയത്തെ തിരയുന്നുണ്ടായിരുന്നു. ദൈവമേ, എനിക്ക് വയ്യായി. ഇനി എനിക്ക് ചിരിക്കാൻ വയ്യ. എന്നെ ഇനി അങ്ങോട്ടേക്ക് എടുത്താലും വേണ്ടില്ലായേ. ചഞ്ചല ചിരിച്ചിരിച്ച് അവശയായിരുന്നു. കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. കവിളുകൾ ചുമന്നിട്ടുണ്ട്. അടുത്ത് കണ്ടൊരു കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് വയർ അമർത്തി പിടിച്ചു.
ചിഞ്ചു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, ചന്തു അറിഞ്ഞാലുണ്ടല്ലോ. കൂട്ടുകാരിയായ ശ്രുതി പറഞ്ഞു. അറിഞ്ഞാലെന്താ, അവൾ അറിഞ്ഞൊരു ചുക്കൂല. കൂടിപ്പോയൊന്ന് ഉപദേശിച്ചാൽ നന്നാക്കാൻ ശ്രമിക്കുമായിരിക്കും. ഞാൻ ഈ ജന്മത്തിൽ നന്നാവില്ലെന്ന് അറിയുമ്പോൾ ആ ഉപദേശം അവൾ താനെ നിർത്തിക്കോളൂ. നിനക്കെല്ലാം തമാശയാ, എന്നാൽ ഇത് കുറച്ച് കൂടിപ്പോയെന്ന് ഞാൻ പറയുള്ളൂ. ആ പയ്യനെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമെന്ന് തുറന്നു പറഞ്ഞാൽ നിന്റെ പിന്നാലെ വരുന്നതിന് ഒഴിവാക്കേണ്ടല്ലേ. അല്ലാതെ പ്രണയം പറഞ്ഞു വരുമ്പോൾ നീ ചഞ്ചലയില്ല ചന്ദ്രനാണെന്ന് പറഞ്ഞ് കളിപ്പിച്ചിടുകയല്ലേ വേണ്ട. ഇത് ഇന്ന് തന്നെ എത്ര വട്ടം നീ അവനെ കളിപ്പിച്ച് എത്ര പേര് അതൊക്കെ കണ്ടെന്നറിയാം നിനക്ക്. അവനെ എല്ലാവരും വല്ലാത്തൊരു തരത്തിൽ നോക്കുന്ന ഞാൻ കണ്ടതാ. പാവം എന്തുമാത്രം നാണക്കേടായി കാണും. അവനൊരു പാവമായതുകൊണ്ടാ നീ ഇങ്ങനെ ഇട്ട് കുരങ്ങളിപ്പിക്കുന്നത്. നല്ല ഉശിരുള്ള പോലവനാവണായിരുന്നു, നീ വിവരറിഞ്ഞേനെ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ ടെററാവുന്നത്? നിന്റെ ഈ ചൂടുണ്ടാത്തൊന്നുമല്ലോ ഞാൻ കളിപ്പിച്ചു വിട്ട് നിന്റെ ഏട്ടനെയാണെന്ന്. എടി ഇതൊക്കെ ഒരു തമാശയാ, ഒരു ടൈം പാസ്. ഇതൊക്കെയാണ് ലൈഫിനെ ലൈഫാക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ഒരു രസമില്ല, ലൈഫ് ഒരുമാതിരി ആകെ ശോകമുഖാവും. ചഞ്ചല വളരെ നിസ്സാരമായി പറഞ്ഞു. ഇവിടെ നിന്റെ രസവും സാമ്പാറും നോക്കിക്കൊണ്ടിരുന്നോ? ഒന്നും അറിയാത്ത ചന്തുവിനെയാ നീ ഇതിനുള്ളിൽ പിടിച്ചു കയറ്റിയത്. നിന്റെ തലയിൽ വീണ്ട പ്രാക്കൊക്കെ ആ പാവം പെണ്ണിന്റെ തലയായിരിക്കും ഇനി ചെന്ന് വീഴുക. ഇതിലൊക്കെ അതിന് മാത്രം എന്തിരിക്കുന്നു ശ്രുതി മോള്. ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങി വേറെ രണ്ട് കിളികളെ കാണുമ്പോൾ മറന്നോളൂ അവൻ എന്നെ. അത്രയേ ഉള്ളൂ ഈ ആണുങ്ങള്. എന്തോ എനിക്കതിനെ തോന്നുന്നില്ല. ഇവൻ ആ ടൈപ്പല്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. ഏകദേശം 1 മാസമായിട്ട് ഇവൻ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നീ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ കാര്യമാക്കിയിട്ടില്ല. ഈ 1 മാസം പുറകെ നടന്നിട്ടും ഇന്ന് ആദ്യമായിട്ടാണ് അവൻ നിന്റെ മുന്നിലേക്ക് വരുന്നു, അവൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നു. അപ്പൊ തന്നെ വേണമായിരുന്നോടി നിനക്ക് ഈ ചെയ്ത്ത്. അയ്യോടി, നിനക്ക് അവനെ നല്ലോണം ബോധിച്ച മട്ടാണല്ലോ. അവനെ പറയുമ്പോൾ തേനും പാലും ഒഴുകുന്നു. എന്നാ നീയും കിട്ടിക്കോ, എനിക്കൊന്നും വേണ്ട അവനെ. നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം പറയാൻ. വാ ഇങ്ങോട്ട്, ചന്ത തിരക്കുന്നുണ്ടാവും അവിടെ. ശ്രുതി സ്വയം തലക്കൊരു കൊട്ടു നൽകി ചിഞ്ചുനെയെ വലിച്ച് നടന്നു. എന്നാൽ ഇവർക്ക് കുറച്ചു പിന്നിൽ എല്ലാം ശ്രവിച്ചുകൊണ്ട് വസുദേവ് നിൽപ്പുണ്ടായിരുന്നു. അവന്റെ മുഖം കോപത്താൽ വലിഞ്ഞു മുറുകി. ജിത്തുവിന്റെ അനിയത്തി ജ്യോതിയുടെ ഉറ്റ കൂട്ടുകാരികളാണ് ചഞ്ചലയും ശ്രുതിയും ചന്ദനയും. അവരിൽ ജ്യോതിയെ അണിയിച്ചൊരുക്കുന്ന ജോലി ഇട്ടിരിക്കുന്ന ചന്ദനിക്കാണ്, മറ്റൊന്നും കൊണ്ടല്ല. ജ്യോതിക്ക് ഒരു തരിയെങ്കിലും ഇഷ്ടക്കൂടുതൽ ചന്ദനയോടാണ്. അവൾ ആവശ്യത്തിന് മാത്രമേ മേക്കപ്പ് യൂസ് ചെയ്യുകയുള്ളൂ. ചിഞ്ചുവിനെ പോലെ എല്ലാം വലിച്ചു വാരി തേക്കില്ല. ആ പേടി കൂടി ഉണ്ടായിരുന്നു ജ്യോതിക്ക്. പക്ഷേ ജ്യോതിക്ക് ഇഷ്ടം ചന്തു ഒരുക്കുന്നതാണ് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ചിഞ്ചു ആ ഭാഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. കഴിഞ്ഞില്ലേ ഇതുവരെ? ആ ശ്രുതി നീ വന്നോ? ചിഞ്ചുവിടെ എവിടെയായിരുന്നു രണ്ടും? ശ്രുതിയെ കണ്ടതും ചന്തു ചോദിച്ചു. അവൾ താഴെ ജിത്തുവിന്റെ അടുത്തുണ്ട്. നിന്റെ പണിയഴി നിന്നെ കൂടി താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. നീ വേഗം വന്നേ ചന്തു. അവൾ എന്തൊക്കെ ഇവിടെ ചെയ്തു കൂട്ടിയെന്നറിയ നിനക്ക്? ശ്രുതി ചന്തുവിന്റെ കയ്യിൽ പിടിച്ചു. എന്ത് ചെയ്തെന്ന്? ദേ ഈ മുല്ലപ്പൂ കൂടെ വെക്കാനുണ്ട്, 1 മിനിറ്റ് പറഞ്ഞിട്ട് അവൾ ശ്രുതിയുടെ കൈ വിടുവിച്ച് ടേബിളിരിക്കുന്ന മുല്ലമാല എടുത്ത് ജ്യോതിയുടെ തലയിൽ ഭംഗിയായി വെച്ചു കൊടുത്തു. എന്താടി, എന്താ കാര്യം? എന്നോട് കൂടെ പറയേ. ജ്യോതി കണ്ണാടിക്കുമ്പിൽ നിന്ന് തലയരിച്ച് ശ്രുതിയെ നോക്കി. അതൊക്കെ പിന്നെ സമയം പോലെ പറഞ്ഞുതരാം. ഇപ്പൊ നീ നിന്റെ സാരി ഓക്കെ ആണോ നോക്ക്. സാരി എടുത്ത് നടക്കാൻ അറിയാത്തവളല്ലേ. ഇനി നിന്റെ അഖിലിന്റെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്ക് അഴിഞ്ഞു പോകണ്ട എന്നും പറഞ്ഞ് ജ്യോതിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ശ്രുതി ധൃതിപ്പെട്ട് ചിന്നുവിന്റെ കയ്യും പിടിച്ച് ഗോവണി ഇറങ്ങി. പെട്ടെന്നാണ് അവർക്ക് തടസ്സമായി മുന്നിലേക്ക് ഒരാൾ രൂപം വന്നു നിന്ന്. ആരാ? ചന്തു മുഖമുയർത്തിയ സംശയത്തോടെ മുന്നിൽ നിൽക്കുന്ന വസുവിന്റെ മുഖത്തേക്ക് നോക്കി. ആരാ എന്താന്നൊക്കെ നിനക്ക് നല്ലപോലെ പറഞ്ഞിരുന്നുണ്ട്. അതിനു മുന്നേ നീ ഇത് പിടിച്ചോ. കൈ നിവർത്തിയ ഒരടി അവളുടെ കവിളത്തേക്ക് കൊടുത്തു. അവൾക്ക് സംഭവിച്ചെന്താണെന്ന് മനസ്സിലായില്ല. അടിയുടെ വേദനയിൽ തലച്ചോറ് പോലും മരവിച്ചതായി തോന്നി. കവിളത്തിൽ കൈവച്ച് നിറകണ്ണുകളോടെ നിന്നു. ശ്രുതിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. പകപ്പോടെ വസുവിനെയും ചന്തുവിനെയും നോക്കി. നീ എന്താടി കരുതിയത് എല്ലാവരും അവനെ പോലെ വിഡ്ഢികളാണെന്നോ? ഒന്നല്ല 3 വട്ടം നീ അവനെ കളിപ്പിച്ചുവിട്ട്, അത് ഒരേ ദിവസം തന്നെ. ഈ അടി അവനാ നിനക്കെതിരെയുണ്ട്. അവനേതായാലും ഇതുപോലൊരു പുണ്യകർമ്മം ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത്. മേലിൽ നീ ഇത് ആവർത്തിക്കരുത്. അവനോടൊന്നല്ല, ലോകത്ത് ഒരു പുരുഷനോടും. വസു നിന്ന് ജ്വലിക്കുകയായിരുന്നു. ശ്രുതിക്ക് കാര്യം കത്തി. അവൾ എന്തോ പറയാനൊരുങ്ങിയതും ചന്ദന പദം പറയാൻ തുടങ്ങി. എനിക്കെന്താ മിണ്ടരുത്. നിനക്ക് അവനെ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് അവനോട് തുറന്നു പറയാൻ വേണ്ട. അല്ലാതെ ഇങ്ങനെ വിഡ്ഢിയാക്കിയല്ല. എടി അവന് നിന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരുവളിലും കാണാത്ത എന്തോ ഒരു സ്പെഷ്യാലിറ്റി നിന്നിൽ കണ്ടോണ്ടാ. അല്ലാതെ നിന്റെ പരട്ടം മോതം. വസുവിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല. അതിനു മുന്നേ അവനെ തടയാനെന്ന വണ്ണം വസു എന്ന് വിളിച്ചുകൊണ്ട് സണ്ണി അവന്റെ അരിയിലേക്ക് ഓടി വന്നു. നീ തടയണ്ട, ഇവളോടൊക്കെ നല്ല നാല് പറയണം. പിന്നെ ഈ മാതിരി കളി കളിക്കില്ല ഇവള്. പോയി ആ കഴുതയെ വിളിച്ചോണ്ടോ. അവനോട് കൂടി 2 പൊട്ടിക്കാൻ പറ. നീ ഇവളടിച്ചോ? സണ്ണിയും പകച്ചു. അടിച്ചു. വേണ്ടി വന്നാ ഇനിയും അടിക്കും. എടാ ഇത് അവളല്ല, ഇത് മറ്റവളാ. ശരണിനെ പറ്റിയവളുടെ പുറത്ത് ജിത്തിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവനവളെ ചഞ്ചലാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടതാ. നീ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ചവിട്ടി തുള്ളിയപ്പോ ഞാൻ വിചാരിച്ചില്ല നീ ഇവളെ അന്വേഷിച്ച് വരുന്ന ഇവൾക്കിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നു. നല്ല അസല് പറ്റിയിട്ട ശരണിന് പോലും ഒരു കുഴപ്പമില്ല. അവനെല്ലാം കേട്ടപ്പോൾ അവിടെ കുസൃതിയാണെന്ന് പറഞ്ഞ് ചിരിക്കുക ചെയ്ത്. ദേ ഇപ്പൊ വീണ്ടും അവളെ വായി നോക്കി അവിടെ നിൽപ്പുണ്ട്. വസുവിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ആകെ കാറ്റുപോയ പോലെ സണ്ണിയെ നോക്കി. അവൻ സത്യമാനടാ എന്ന അർത്ഥത്തിൽ തലകുലുക്കി. പെട്ടെന്ന് എന്തോർത്ത പോലെ വസു തിരിഞ്ഞു നോക്കി. മുന്നിൽ രണ്ടുപേരെയും കാണാനില്ല. ശ്രുതി ചന്തുവിനെയും സമാധാനിപ്പിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടു. പക്ഷെ പോകുന്ന പോക്കിൽ ചന്തുവും തിരിഞ്ഞു നോക്കി. അവളുടെ ചുവന്ന് കലങ്ങിയ നിറമിഴികൾ തന്റെ ഉള്ളിലെവിടെയോ തറക്കുന്നതായി തോന്നി അവന്. എന്ത് പണിയാണ് നീ കാണിച്ചത്? ചോദിക്കാതെയും പറയാതെ ഒരു പെൺകുട്ടി കൈവച്ചിരിക്കുന്നു.
അത് ഏതാ എന്താണെന്ന് അറിയാത്ത കുട്ടിയെ ഭാഗ്യത്തിനാരും കണ്ടില്ല. എങ്ങാനും ജിത്തുവിന്റെ ചെവിയിലെത്തിയാ ഞാൻ എന്തു പറയാവനോട്? സണ്ണി 4 ഭാഗത്തേക്ക് നോക്കി ആരും കണ്ടില്ലെന്ന് ഉറപ്പുവരുത്തി. വസു ഒന്നും മിണ്ടിയില്ല. ആകെ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശരണിനെ വിഡ്ഢിയാക്കിയതാണെന്ന് അറിഞ്ഞപ്പോൾ ചെറുവിരൽ തൊട്ടം കയറി വന്നതാണ്. കാര്യം വന്ന് സണ്ണിയോടും ശരണിനോടും പറഞ്ഞപ്പോൾ ശരണിന് ആ പെണ്ണിനേക്കാൾ കൂസലില്ലായ്മ. ഇവനൊക്കെ ആണുങ്ങൾക്ക് തന്നെ അപമാന. സണ്ണി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ താൻ അകത്തേക്ക് കയറി വന്നിരുന്നു. നേരത്തെ കണ്ട ആ കൂട്ടുകാരി ഒപ്പം കണ്ടപ്പോൾ ഇത് അവൾ തന്നെയാണെന്ന് ഉറപ്പിച്ചു. അതാണ് ഒന്നും ചോദിക്കാതെ ഉടനെ അടിച്ചുപോയത്. അല്ലെങ്കിലും പണ്ടേ മുൻചൂണ്ടിയാണ് ഒപ്പം എടുത്തിയാട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിയത് പറ്റി. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തിയാളെ അടിച്ചെന്ന് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു പെണ്ണിന് നേരെ വസുവിന് ദേഷ്യത്തിനൊപ്പം കുറ്റബോധവും തോന്നാൻ തുടങ്ങി. സണ്ണിക്ക് മനസ്സിലായിരുന്നു അവന്റെ അവസ്ഥ. അതുകൊണ്ടൊന്നും ചോദിക്കാനോ പറയാനോ പോയില്ല. ശരണാണ് ഈ ലോകത്തേ അല്ല, ചത്ത് കിടന്ന് വായി നോക്കിയാണ്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവന് കൂസുണ്ടോ നോക്കിയേ. ഇപ്പോഴും കണ്ണ് അവിടെ പുറകെ തന്നെ. സണ്ണി ശരണിന്റെ തലപിടി ചിരിച്ചു. പിന്നെ എനിക്ക് അവളുടെ അമ്മയെ നോക്കാൻ പറ്റുമോടാ? ഇക്കണക്കിന് പോയാൽ നീ അമ്മയല്ല, അവളുടെ അമ്മൂമ്മയെ പോലും വെറുതെ വിടില്ലല്ലോ. ഇവിടെ നീകാൻ എന്തൊക്കെയാ നടന്നത് നിനക്കറിയോ? സണ്ണി അകത്തിടുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി. അയ്യടാ, ഇനിയിപ്പോ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിന് ഞാനിങ്ങനെ കാരണക്കാരനാവുക? ഇവന്റെ ദേഷ്യ എല്ലാത്തിനും കാരണം. ഇവനോട് ആരാ പറഞ്ഞേ അവളെ പോയി അടിക്കാൻ? എടാ സാമദ്രോഹി, അപ്പൊ നീ എന്റെ പെണ്ണിനെ അടിക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് ചീറിപ്പാഞ്ഞു പോയത്? എനിക്ക് തന്നെ നിന്റെ അടി താങ്ങാൻ മേല. പിന്നെ അവൾക്ക് ഭാഗ്യ ആള് മാറിപ്പോയത്. ചഞ്ചല രക്ഷപ്പെട്ടു. ആദ്യം നീ നിന്റെ വായ നടച്ചു വെക്ക്. നിന്നെ പോലൊരു കഴുത നീ മാത്രമേ ഉണ്ടാവൂ. നിന്റെ സ്ഥാനത്ത് മറ്റാർക്കാരും ദേഷ്യം വരുമായിരുന്നു. നീ കൊടുക്കേണ്ട അടിയാ ഇവൻ കൊടുത്ത്. പക്ഷെ ആള് മാറിപ്പോയി. പെൺകുട്ടികളായ ഇത്ര കളി പാടില്ല. അവൾ ഒറ്റൊരുത്തി കാരണ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ച്. അതാ ഇനിയിപ്പോ അവളെ പറഞ്ഞോ. ഇത്രയും നേരം എന്നെയായിരുന്നു. എന്നെ എന്റെ പെണ്ണിനെയും വെറുതെ വിടില്ലാന്ന് വല്ല നേർച്ചയുണ്ടോ നിനക്ക്? എടാ, പെൺകുട്ടികളായ അല്പ സ്വല്പ കളികളാവാം. ആ കുറുമ്പ് ഒരു രസമാണ്. ഒന്നുമില്ലെങ്കിലും സമയം പോക ഒരു വകയായല്ലോ. എന്നിട്ട് നേരത്തെ നീ അങ്ങനെയല്ലോ പറഞ്ഞ്. സാധാരണ അച്ചിക്കൊന്നരാവൻ പെണ്ണ് കിട്ടണം. നീ അതിനു മുമ്പേ ആയിപ്പോയി. കഷ്ടം. സണ്ണി ശരണിനെ പുച്ഛിച്ച് വസുവിന്റെ അടുത്ത് പോയിരുന്നു. അതുകൊണ്ട് ശരൺ അപ്പോൾ തന്നെ സോറിടാ വസു എന്നും പറഞ്ഞ് വേഗം അവർക്കിടയിലേക്ക് കയറി. പക്ഷേ വസു അവനോട് മിണ്ടിയില്ല. ഒന്ന് തറപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു. അതുകൊണ്ട് സണ്ണി ശരണിനോട് സാരമില്ലെന്ന് പറഞ്ഞ് കണ്ണു കാണിച്ചു. ശരണിനും അറിയാമായിരുന്നു അവൻ കുറച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന്. അതുകൊണ്ട് ഒന്നും മിണ്ടാതിരുന്നു. ആരാവൻ? എന്ത് ധൈര്യത്തിലാ അവൻ നിന്നെ അടിച്ച്? അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയ തല്ലു മേടിച്ചോണ്ട് വന്നിരിക്കല്ലേ. നിന്റെ ഭാഗത്ത് തെറ്റുവല്ലം ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ആ നിമിഷം തന്നെ കിട്ടി 2 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കേണ്ട പകരം കണ്ണ് നിറച്ചോണ്ട് വന്നിരിക്കുന്നു. ചിഞ്ചുവിനും സഹിക്കുന്നില്ലായിരുന്നു. അവൾ നിന്ന് കലിതുള്ളാൻ കയറി. നീ എന്തിനാ അവളുടെ മെക്കിട്ട് കയറുന്നു? എല്ലാം തുടങ്ങി വെച്ച് നീയല്ല ചിഞ്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ വേണ്ടാന്ന് കേട്ടില്ലല്ലോ. അല്ലെങ്കിൽ നിനക്കെന്താ? എപ്പോഴും നീ ചെയ്തു കൂട്ടിനൊക്കെയുള്ള കിട്ടുന്ന ഇവൾക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് നീ ഇനി അധികം സംസാരിക്കണ്ട. ശ്രുതിക്ക് ചിഞ്ചുവിനോട് നന്നായി നീരസം തോന്നുന്നുണ്ടായിരുന്നു. സംസാരിക്കേണ്ടത് പറഞ്ഞാൽ എങ്ങനെയാ? ഇവളെന്റെ സഹോദരിയാ. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയതിനെ കുറിച്ച് ഞാൻ ചോദിക്കണ്ടേ? പിന്നെ ആ വന്ന് അടിച്ചിട്ട് പോയവനല്ലല്ലോ ഞാൻ പറ്റിച്ച്. മറ്റവനല്ലേ? അതിന് ഇവനിത്ര കല്ലുകൂടി എന്തിനാ? അടിച്ചതോ അടിച്ചു. ചെയ്ത തെറ്റാണെന്നപ്പോൾ സോറിയെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. നമ്മുടെ ഏരിയയിൽ വന്ന് നമ്മളൊരുത്തെ തൊട്ടിട്ട് അങ്ങനെ സൂചിച്ച് പോകാൻ എഴുതണ്ടവൻ. ഞാൻ ചിത്തുവിനോട് പറയാൻ പോവാ അവന്റെ കാര്യം. വേണ്ട, ഒന്നും വേണ്ട. ശ്രുതി പറഞ്ഞ് ശരിയല്ലേ ചിഞ്ചു? നീ അല്ലേ തുടങ്ങി വെച്ച്. ഇനിയിപ്പോൾ പറഞ്ഞു നീ ഒരു പ്രശ്നമാക്കണ്ട. ഇതൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന വീടാ. ചെറുക്കം കൂട്ടി വരുമ്പോഴേക്കും നീ ഇവിടുത്തെ സമാധാന അന്തരീക്ഷമൊന്നും കളഞ്ഞു വിളിക്കണ്ട. വെറുതെ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ. ചിഞ്ചു അടങ്ങാൻ പാവില്ലെന്ന് കണ്ടതും ചന്തു വേഗം കയറി ഇടപെട്ടു. ഇതാ നിന്റെ പ്രശ്നം. നീ ഒന്നും ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. ഈ സാധനവും കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നോ? ഉടനെ വരും നിനക്കൊരു അവാർഡ്. ചിഞ്ചു മുഖം തിരിച്ചു കളഞ്ഞു. അപ്പോഴേക്കും പിണങ്ങി എന്റെ ചിഞ്ചുക്കുട്ടി. ചന്തു ചിഞ്ചുവിന്റെ വീർത്ത കവളിൽ പിടിച്ചു വലിച്ചു. അതല്ലേടി, നിനക്ക് ഒരുപാട് നൊന്തില്ലേ? ഇത് നോക്കിയേ, ഈ വെളുത്ത കവള് തിണർത്ത് കിടക്കുന്നു. ചിഞ്ചു വേദനയോടെ ചന്തുവിന്റെ കവളിൽ തഴി. അതിനെന്താ ഇപ്പോ? കുറച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മാറില്ലേ? ശ്രുതി പറഞ്ഞ പോലെ പണ്ട് തൊട്ട് നീ ചെയ്യുന്നതിനൊക്കെ എനിക്കാണല്ലോ കിട്ടുക. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടി കിട്ടി ശീലായി. അതുകൊണ്ട് എനിക്കൊരു വേദനയില്ല. നിനക്ക് വേണ്ടിയില്ലെന്ന് ഓർക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ. ചന്തു ചിഞ്ചുവിനെ ചേർത്ത് പിടിച്ചു. അയ്യടാ, ഞാനും കൂടി ഉണ്ട്. ശ്രുതി രണ്ടുപേർക്കും ഇടയിലേക്ക് ഇടിച്ചു കയറി. മോരും ചിരിച്ചുകൊണ്ട് മുറുകെ പുണർന്നു നിന്നു. സണി, ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടല്ലോ. അകി നിനക്ക് നേരത്തെ അറിയാവുന്നല്ലേ. ജ്യോതി ഒന്ന് പെണ്ണാണ് വരുമ്പോഴും നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. ജ്യോതിയുടെ ചെറുക്കൻ അഖിലിനെയും കൊണ്ട് ജിത്തു സണ്ണിക്കരിയിലേക്ക് വന്നു. സണ്ണിക്ക് അടുത്തായി തന്നെ വസുവും ശരണും ഉണ്ടായിരുന്നു. സണ്ണി വേഗം തന്നെ അഖിലിന് കൈ കൊടുത്ത് പരിചയം പുതുക്കി. ഒട്ടും കുറയ്ക്കേണ്ടെന്ന് കരുതി ശരൺ സണ്ണിക്കിടയിൽ കയറി. അഖിലിന്റെ കൈ തട്ടിപ്പറിക്കുന്ന പോലെ പിടിച്ചെടുക്കുകയും കുലുക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് സണ്ണി വിടടാന്നുള്ള അർത്ഥത്തിൽ ശരണിനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് വേഗം ഇടപെട്ടു. അഖിയുടെ കൈത്തല മോചിപ്പിച്ചു കൊടുത്തു. വസുവാണെങ്കിൽ ഒന്നിനും താല്പര്യമില്ലാത്ത പോലെ അഖിലിനോടൊന്ന് ചിരിക്കുക മാത്രം ചെയ്തിട്ട് കയ്യിലുള്ള ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു. എടി, ചന്തുവിനടിച്ച ആ ദുഷ്ടൻ ജിത്തുവേട്ടന്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ദേ അത് കണ്ടില്ലേ അവിടെ നിന്ന് സംസാരിക്കുന്നത്? നന്നായി നീ നേരത്തെ പോയി ജിത്തേനോട് അവന്റെ കാര്യം പറയാത്ത. പറഞ്ഞിരുന്നെങ്കിൽ നീ നാണം കിട്ടേനെ. ശ്രുതി ഒരു ഭാഗത്തേക്ക് അയച്ചുകൊണ്ട് പറയുന്നതായിട്ട് ചിഞ്ചു അങ്ങോട്ട് നോക്കി. ആ മൂന്നെണ്ണത്തിലേതാടി?
ചിഞ്ചു ജിത്തുവിനെ അഖിലിനെയും വിട്ട് ബാക്കി മൂവരെയും സ്കാൻ ചെയ്യാൻ തുടങ്ങി. ആ ഫോണിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നവല്ലേ, ആ ബ്ലൂ ഷർട്ട് ഇട്ട് കൂടുതൽ ലുക്കുള്ളവൻ. കൂടുതലാ, അവനെല്ലാം കൂടുതലാ. നീ വന്നേ, ചന്തുവിനെ വിളിച്ചോ? എങ്ങോട്ട്? ചുമ്മാ ഒരു പണി കൊടുക്കാൻ. ഒരു പണി കൊടുത്തതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല ഇവിടെ. ദേ ചിഞ്ചു, നീ വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട. ഇല്ലടി, ഞാനൊന്നിനും പോകുന്നില്ല, വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. ആരെ? നിന്റെ പുറകെ കിടക്കുന്ന ആ ചേട്ടനെയോ? ശ്രുതി അത്ഭുതപ്പെട്ടു. അല്ല, ജിത്തുവേട്ടൻ്റെ അടുത്തിരിക്കുന്ന ആ ചേട്ടനെ കണ്ട, കഴുത്തിൽ കൊന്തയൊക്കെ ഇട്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല ഒന്നാന്തരം നസ്രാണി ചെറുക്കനാണെന്ന്. ഒരുപാട് വെളുപ്പൊന്നുമില്ല, എന്നാൽ ആ ഒതുക്കുള്ള ശരീരവും മുഖവും മുടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിരി കണ്ടോ, സൂപ്പർ. എന്തോ എനിക്കങ്ങ് ബോധിച്ചു. പറയുമ്പോൾ ചിഞ്ചുവിന്റെ മുഖം വിടർന്നിരുന്നു. എടി, നീ ഇതെന്ത് വിചാരിച്ച? നിന്റെ പുറകെ നടക്കുന്നവരാ നീ ഇപ്പൊ പറഞ്ഞ ചേട്ടനും ഒന്നിച്ചുള്ളത്. അവർ ഫ്രണ്ട്സാണെന്ന് ഒറ്റ നോട്ടിൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താ നിന്റെ ഉദ്ദേശം? അവർ തമ്മിൽ തെറ്റിക്കാനോ? പിന്നെ അവർക്ക് പുറകിൽ ഫോൺ നോക്കി നിൽക്കുന്നവനെ നീ ശരിക്കും കണ്ടല്ലോ. നേരത്തെ ആൾ മാറി ചന്തുവിന് കിട്ടി, ഇനി അത് കറക്റ്റായിട്ട് നിനക്ക് തന്നെ കിട്ടും. അവരുടെ മുന്നിലേക്ക് എഴുന്നള്ളിയ ഓള് തൽക്കാലം ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇല്ല, ഞാൻ അങ്ങോട്ട് തന്നെ പോവാം, യാതൊരു പ്രശ്നത്തിനും പോവില്ല. അത് ഞാൻ നേരത്തെ ചന്തുവിന് ഉറപ്പ് കൊടുത്ത. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇന്ന് ഞാൻ വാക്ക് പാലിക്കും. കാരണം ഇന്നിനി അവൾക്ക് അറിയുന്നതാണ് എനിക്ക് കഴിയില്ല. അവളെയും വിളിക്കാം. ചന്തു, ഇങ്ങ് വന്നേ. എന്താ? ജ്യോതിയുടെ കസിൻസിനോട് സംസാരിച്ചിരിക്കാനെന്ന് ചന്തു ചിഞ്ചുവിന്റെ വിളി കേട്ട് അവർക്കരികിലേക്ക് വന്നു. വെറുതെ ഒന്ന് ജിത്തുവിൻ്റെ അടുത്ത് പോയിട്ട് വരാം, ആ ഗീരനോട് അവിടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ചന്തു എതിർപ്പെന്തെങ്കിലും പറയുന്നതിന് മുന്നേ ചിഞ്ചു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു. മുന്നിലേക്ക് പോകാൻ ഒരു അടി വെച്ചതും ജിത്തു അഖിയെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടു. കൂടെ ബാക്കി 3 പേരും. ചിഞ്ചുവിന്റെ കണ്ണുകൾ ഒരു നിമിഷം സണ്ണിയിലുടക്കി നിന്നു. ശരൺ തന്നെ നോക്കുന്നുണ്ടപ്പോൾ അവൾ സണ്ണിയിലുള്ള നോട്ടം ഉടനടി പിൻവലിച്ചു. ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? കഴിച്ചു നിങ്ങൾ? ചന്തു, നിന്റെ ജ്യോതി ഉടനെ പോകും കേട്ടോ. വരുന്ന മാസം തന്നെ വിവാഹം വേണമെന്നാ ഇവന്റെ വീട്ടുകാർക്ക്. ജിത്തു ആകിയെ കാണിച്ചുകൊണ്ട് ചന്ദനയോട് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് വസു കയ്യിലിരിക്കുന്ന ഫോണിൽ നിന്ന് മുഖമുയർത്തിയതും മുന്നിലേക്ക് നോക്കിയതും. ചന്ദനയെ കണ്ടതും അവന്റെ മിഴികൾ ഒരു നിമിഷം അവളിൽ തങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.